മറുപടി ഉണ്ടോ? മറുപടിയുണ്ട്. പറയൂ. അതായത് ഇപ്പം അദ്ദേഹം ചോദിച്ചത് ഈ ഈ ഇത് ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് അത് കൊടുത്തത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയെന്നല്ല, ആര് പറഞ്ഞിട്ടാണ് പറഞ്ഞുതരാം. അത് ഒരുപക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശബരിമലയെ സംബന്ധിച്ച് അതിൻ്റെ അവസാന വാക്ക് ദേവസ്വം ബോർഡിൻ്റെ മുമ്പിൽ BJPയോ വിശ്വഹിന്ദു പരിഷത്തോ അല്ല. ഇതിലുള്ളത് സ്വർണ്ണപ്പാളിയാണ്, അല്ല സ്വർണ്ണമല്ല. സ്വർണ്ണപ്പാളി പൂശുക എന്ന് പറഞ്ഞാൽ മുഴുവനും സ്വർണ്ണമാകണമെന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് നാണയങ്ങൾ എറിയും. ആ നാണയങ്ങൾ എറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാളിയിൽ വികലമായിട്ടുണ്ട്. അങ്ങനെ വികലമായ പാളി ദേവൻ്റെ മഹിമയ്ക്ക് ഭംഗമുണ്ടാകുമെന്ന് ശബരിമല തന്ത്രിയാണ് ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ അത് ഏൽപ്പിച്ചത്. അല്ലാതെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും പറഞ്ഞിട്ടല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ധനലക്ഷ്മി ബാങ്കിൽ CPMൻ്റെ എല്ലാ നേതാക്കളും അവിടെ സ്റ്റാഫായിട്ട് വരുന്നു, നിയമനം നടക്കുന്നുവെന്ന്. ഞാൻ താങ്കളോട് പറയുന്നു, BJPയുടെ പ്രതിനിധിയല്ലേ, EDയും അതുപോലെ NIAയും ഒക്കെ നിങ്ങളുടെ കയ്യിലല്ലേ. ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരു സ്വതന്ത്രമായ അന്വേഷണം നിങ്ങൾക്ക് നടത്തിക്കൂടെ? യാതൊരു തത്വദീക്ഷതയുമില്ലാത്ത എല്ലാ ആളുകളുടെ വീട്ടിന് മുമ്പിലും പോകുന്ന ED എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചാനലിൽ വന്നിരുന്ന് വാചകം ഓടിക്കാതെ കേന്ദ്രത്തോട് പറയണം? പണി അതല്ല. ധനലക്ഷ്മി ബാങ്കിൽ ആർക്കൊക്കെ നിയമനം കൊടുത്തു എന്നുള്ള അന്വേഷിക്കും. അല്ല, ഇദ്ദേഹം ചോദിച്ചത് ഞാൻ മറുപടി പറഞ്ഞത്. ഒരു മിനിറ്റ് അതിനോട് ഒന്നുകൂടെ പറഞ്ഞു തന്നോട്ടെ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അവസരം തരുമെങ്കിൽ ഞാൻ ഇതിന് ഒന്നുകൂടെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ധനലക്ഷ്മി ബാങ്കിൽ നടന്നതിനെ സംബന്ധിച്ച് മാത്രം നമുക്ക് അന്വേഷിക്കേണ്ട. കേരളത്തിലുള്ള ശാഖാതലം മുതൽ ദേശീയ തലത്തിൽ വരെ പോയിട്ടുള്ള മുഴുവൻ BJP നേതാക്കളുടെയും BJP MLAമാരുടെയും സ്വത്തുവകകളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ താങ്കൾ തയ്യാറുണ്ടോ? കേവലം CPMൽ മാത്രം അത് കണ്ടുവെക്കേണ്ട കാര്യമുണ്ടോ? BJP നേതാക്കളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഈ തിരുവനന്തപുരത്തൊക്കെ കാണുന്നതാ. അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഇന്നത്തെ സഹജമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവികതയാണെന്ന് എല്ലാവരും സഹിക്കുന്നുണ്ട്. പിന്നെ ധനലക്ഷ്മിയെപ്പോലെ ഉള്ള ഒരു ബാങ്കിൽ, ഒരു ദേശസാൽകൃത ബാങ്കിൽ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ സമ്മർദ്ദത്തിലോ LC സെക്രട്ടറിയുടെ സമ്മർദ്ദത്തിലോ നിയമനം നടക്കുന്നു എന്നൊരു BJP പ്രതിനിധി പറയുന്നത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള അജ്ഞതയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ല, ദേവസ്വം ബോർഡിൽ ഇരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അതുപോലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അവരുടെയൊക്കെ എത്ര ബന്ധുക്കൾ ധനലക്ഷ്മി ബാങ്കിൽ ജോലി നോക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ മതി. അല്ലാതെ CPM നിയമനം കൊടുത്തു എന്നല്ല പറയുന്നത്. പേരെ പറഞ്ഞില്ല. ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവർ, ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവർ, അതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാർ, മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഈ ശബരിമലയിലൊക്കെ കമ്മീഷണർമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ എത്ര ബന്ധുക്കൾക്ക് ധനലക്ഷ്മി ബാങ്കിൽ നിയമനം ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഈ നന്ദു ചോദിച്ച മറ്റൊരു ചോദ്യം, അതായത് ഇതിപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി, അതുകൊണ്ടാണല്ലോ സ്വർണ്ണപ്പാളി പോയത്, പീഠം പോയത്. ഇതൊന്നും ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാതിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ സ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അല്ല, ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷിക്കണ്ടേ? അല്ല, ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെന്ന് അനിൽ നമ്പ്യാർ സാർ മാത്രമേ പറയുന്നുള്ളൂ. BJP പ്രതിനിധിയും പറയുന്നുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി എന്ന് നമ്മളിനി കബഡി നിർത്തിയിട്ട് നോക്കണോ? ഇത് മനസ്സിലാക്കുന്ന ആർക്കും പറയാൻ പറ്റുമല്ലോ ദേവസ്വം ബോർഡിന് ഇവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വർണ്ണപ്പാളിയും അതുപോലെ പീഠമൊക്കെ പുറത്തോട്ട് പോയത്. അത് ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്റർ സുതാര്യമാണെന്നും അവിടെ CCTV ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ സജീവമാണ് എന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ വിധിന്യായത്തിൽ എവിടെയെങ്കിലും കണ്ടെത്തലൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ല, ആ വിധിന്യായത്തിൽ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിട്ടുണ്ടോ? ഹൈക്കോടതിയുടെ നിരീക്ഷണം മാറ്റിവെക്കൂ ജലീൽ. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്ഥാനത്തിരിക്കുന്നു, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളായിട്ടിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ദേവസ്വം ബോർഡ് അറിയാതെ ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളി പുറത്തോട്ട് പോകുന്നു, സ്വർണ്ണപീഠം പുറത്തോട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ആ ഉത്തരവാദപ്പെട്ടവരുടെ വീഴ്ച കൊണ്ടാണല്ലോ അങ്ങനെ പോകുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ, റെസ്പോൺസിബിലിറ്റി ഇല്ലേ അദ്ദേഹത്തിന്?
അപ്പോൾ അതാ ഞാൻ ചോദിച്ചത്, അത് കവടി നേരത്തെ ഇനി പറയണോ, അദ്ദേഹം- അല്ലെങ്കിൽ കോടതി പറയണോ? അല്ലാതെ തന്നെ സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവില്ലേ ഈ ഉത്തരവാദപ്പെട്ടവർക്ക് അവർക്ക് അറിയില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയാൽ തീരുന്നതാണോ ഇവിടുത്തെ പ്രശ്നം? പിന്നെ എന്തിനാണ് ആ കസേരയിൽ അവരിയ്ക്കുന്നത്? കൊള്ളരുതാത്തവരല്ലേ അവർ? അപ്പോൾ അവരെ മാറ്റേണ്ടതല്ലേ എന്നാണ് നന്ദു ചോദിച്ചത്. ഇനിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്നുള്ളതാണ്. അല്ല, അങ്ങനൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതി ഉണ്ടായിട്ടില്ല. വേണ്ടല്ലോ, ഹൈക്കോടതിയുടെ നിരീക്ഷണം വേണ്ട. ഹൈക്കോടതി പറയട്ടെ. ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞ എന്താ? ഹൈക്കോടതി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം അന്വേഷണം ഒതുങ്ങരുത്, ദേവസ്വം ബോർഡിലെ ജീവനക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പറഞ്ഞതിലെ സാങ്കത്യം എന്താണ്? അവരും സംശയത്തിൻ്റെ നിഴലിലാണ് എന്നല്ലേ? അതുകൊണ്ടല്ലേ അതുകൂടി അന്വേഷിക്കണം. അല്ലാതെ ഒരുപക്ഷെ ഈ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാഗത്ത് എന്തോ വലിയ വീഴ്ച സംഭവിച്ചു, ഇപ്പം തന്നെ ദേവസ്വം മന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ ഒരുപക്ഷെ ആ അന്വേഷണ കമ്മീഷനെ സ്വാധീനിച്ച് അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങാൻ സാധ്യതയുണ്ട്. ആ പോസിബിലിറ്റി കൂടി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹൈക്കോടതി പറഞ്ഞത് ഈ അന്വേഷണം ഇദ്ദേഹത്തിൽ മാത്രം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങരുത്, ദേവസ്വം ബോർഡിലുള്ളവരും അന്വേഷണ പരിധിയിൽ ഉണ്ടാവണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇതൊക്കെ നമ്മുടെ സാമാന്യമായിട്ടുള്ള ബോധം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതല്ലേ ശ്രീ ജലീൽ? അല്ല, കോടതി അത് പറഞ്ഞില്ല, കോടതി ഇവരെ കുറ്റപ്പെടുത്തിയില്ല, അതുകൊണ്ട് അവരെല്ലാം കുറ്റവിമുക്തരാണ്, ക്ലീൻ ചിറ്റ് കൊടുത്തു എന്നാണ് മനസ്സിലാവേണ്ടത്. അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് ചേട്ടാ, സ്ട്രോങ് റൂം പരിശോധിക്കണം എന്ന് കോടതി പറഞ്ഞതിന്റെ പിന്നിലെ താല്പര്യം എന്താ? പിന്നെ അത് മാത്രമല്ല, തിരുവാഭരണം അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. തിരുവാഭരണം രജിസ്റ്റർ പരിശോധിക്കണം അങ്ങനെ പറഞ്ഞത് എന്തിനാ? അതിനൊന്നും മറുപടിയില്ല. അതെ, അവർ തന്നെ കോടതി തന്നെ ചോദിച്ചതായിട്ടൊരു നിരീക്ഷണം വന്നത് പെട്രോൾ ആവിയായി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് സ്വർണം ആവിയായി പോകുന്നത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒന്നിനോടും സംശയമില്ലെങ്കിൽ എന്തിനാണ് കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്? എന്തിനാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നത്? ഇനി ഒരു കാര്യം കൂടി ഞാൻ അതിനകത്ത് അനിലേട്ടൻ പറഞ്ഞതിനകത്ത് കണക്ട് ചെയ്യാണ്. അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് സംശയം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ മന്ത്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംശയം ഉന്നയിക്കുമ്പോൾ മന്ത്രി സ്വന്തം വകുപ്പിലുള്ള സ്വന്തം ദേവസ്വം ബോർഡിലുള്ള ഈ പറയുന്ന ആൾക്ക് എങ്ങനെയാണ് അറ്റകുറ്റപ്പണി കൊടുത്തത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കാര്യത്തെ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഈ പറയുന്ന മന്ത്രിക്കും ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയെ കൂടെ ചേർത്ത് കോട്ട് ചെയ്ത് ചോദിച്ചത്. ഈ രണ്ടുപേർക്കും അവരുടെ തൽസ്ഥാനങ്ങളിൽ ഇരിക്കാൻ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്നാണ് എൻ്റെ സ്റ്റാൻഡ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണത്. അതെ. അപ്പോൾ അത് മന്ത്രി ഇത്തരം പ്രസ്താവന ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് മന്ത്രിക്ക് അന്വേഷിച്ചാൽ ഒരു 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ കിട്ടുന്ന ഒരു കാര്യം, സ്വന്തം വകുപ്പിലൊരു കാര്യം എന്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല? അതും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു സംശയ നേടിയല്ലേ നിർത്തുന്നത്. നോക്കൂ, 4.5 വർഷമായി മറച്ചു വെച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ ഒരു വിവാദമുണ്ടാക്കുക, ദേവസ്വം ബോർഡിനെ അപകീർത്തിപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ ഈ സമീപ ദിവസം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദം അദ്ദേഹം തന്നെ കഴിഞ്ഞതിന് ശേഷമല്ലേ ഇതൊക്കെ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടന്നു, കൃത്യമായ നിരീക്ഷണം നടന്നു. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അടക്കം ഉള്ള വിശദീകരണം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായ ഒരു വിധി പ്രസ്താവിച്ചു. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം, അതിൽ ബഹുമാനപ്പെട്ട ആങ്കർ പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടല്ല കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് സമഗ്രമായ അന്വേഷണം. താങ്കളുടെ വീട്ടിൽ ഒരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞാൽ അതിൽ താങ്കൾ ഉൾപ്പെടില്ലേ? ദേവസ്വം ബോർഡിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കോടതി പറഞ്ഞതെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞത് ദേവസ്വം ബോർഡിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ നിയന്ത്രിക്കുന്ന അതിന്റെ തലവൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ? അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ വിധിയിൽ ഉൾപ്പെടുന്ന ആളല്ലേ? അങ്ങനെ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത തരത്തിൽ നിങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡിൽ സമഗ്രമായ അന്വേഷണം വേണം, ഒപ്പം ദേവസ്വം പ്രസിഡന്റിനും സമഗ്രമായ അന്വേഷണം വേണം എന്ന് കോടതി പ്രത്യേകം പറയണം. അല്ല, കോടതി മേൽനോട്ടത്തിൽ ഒരു റിട്ടയർഡ് സിറ്റിംഗ് ജില്ലാ ജഡ്ജിയെ കൊണ്ട് തന്നെ അത് അന്വേഷിപ്പിക്കുന്നു.
അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ഞാൻ ഒന്നുറപ്പിച്ച് പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയം ഞാൻ പറയാം. ഞാൻ ചോദിച്ചത് ഞാൻ ഇവിടുത്തെ സാധാരണപ്പെട്ട ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്. അതായത് കോടതി പറയുന്നത് ദേവസ്വം ബോർഡിനെ പറ്റി, ദേവസ്വം ബോർഡിലെ ഈ അഴിമതികളെ പറ്റി അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ പറ്റി സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞു എന്ന് താങ്കൾക്ക് എതിരഭിപ്രായം ഇല്ലല്ലോ? ഇല്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോ ആ ദേവസ്വം ബോർഡിനെ നയിക്കുന്നത് ആരാണ്? നയിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഈ പറയുന്ന വിഷയങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ആടി ഉലയുന്ന ആ കപ്പലിലെ കപ്പിത്താൻ ആരാണ്? അല്ല, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തില്ലേ? കേരളം ഭരിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയിലേക്ക് എത്തിച്ചൂടെ? അങ്ങനെ നമുക്ക് വഴിതിരിച്ചു വിടാൻ പാടില്ല. ഞാനിപ്പോ പറയുന്നത് ദേവസ്വം ബോർഡിലെ ഈ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് കോടതി പറയുമ്പോ ആ ദേവസ്വം ബോർഡിനെ നയിക്കുന്നയാൾ ഇതിൽ പ്രതിയാണോ അല്ലയോ? അപ്പൊ താങ്കൾ കുറച്ച് കഴിയുമ്പോൾ പറയുമല്ലോ ദേവസ്വം മന്ത്രിയിലേക്ക് അത് വരും, മുഖ്യമന്ത്രിയിലേക്ക് വരും, നേരത്തെ പറഞ്ഞു പ്രധാനമന്ത്രിയിലേക്കും വരും. അതല്ല, സ്വന്തം മന്ത്രിസഭയിലെ സ്വന്തം വകുപ്പിലെ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് പോലും അജ്ഞതയുണ്ടെങ്കിൽ അദ്ദേഹം ആ സീറ്റിലിരിക്കാൻ യോഗ്യനല്ലെന്നേ. കോടതി നിരീക്ഷണത്തെയും കോടതി വിധിയെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ട, അന്വേഷണം നടക്കട്ടെ. കോടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമലയുടെ ക്ഷേമമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ അന്വേഷണവുമായി സഹകരിക്കട്ടെ. താങ്കൾ എന്ത് ചോദിച്ചാലും കമ്പിളി പുതപ്പ് എന്ന് മാത്രമേ പറയുള്ളൂ. BJP പ്രതിനിധി ആഗ്രഹിക്കുന്ന ഒരു മറുപടി എനിക്ക് തരാൻ സാധിക്കും. താങ്കൾ എന്ത് ചോദിച്ചാലും പോയിന്റ് ചോദിക്കുമ്പോൾ കമ്പിളി പുതപ്പ് പറയൂ. താങ്കൾ ചോദിച്ചാൽ കൃത്യമായി ഉത്തരം തന്നു. ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. കാരണം കോടതി കൃത്യമായി പറഞ്ഞു ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്ന് കോടതി കൃത്യമായി പറഞ്ഞു. അതിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. അങ്ങനെ സിസ്റ്റത്തിനകത്ത് അന്വേഷണം വേണമെങ്കിൽ സ്വാഭാവികമായി സിസ്റ്റത്തെ നയിക്കുന്നയാളും പ്രതിപട്ടികയിൽ ഉൾപ്പെടില്ലേ എന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വാദിക്കുന്നത്. പറയേണ്ട കാര്യമില്ല. പിന്നെയും പറയാണ്, ഇതൊന്നും പറയേണ്ട കാര്യമല്ലല്ലോ. പാഴു പഠിപ്പിന് വരെ പോകേണ്ട കാര്യമല്ലല്ലോ. ഇത് സാമാന്യ ബോധമുള്ളവർക്ക്, കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവില്ല. ഒരു സിസ്റ്റം ഫെയിലിയർ ആണ് എന്ന് കോടതി പറയാതെ പറഞ്ഞു വെക്കുന്നു. അപ്പോഴാണ് പറയുന്നത് കോടതി പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണ് താഴൂർ പഠിപ്പുര എന്നൊക്കെ എഴുതി കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് സർക്കാരിന്റെ ഒരു സിസ്റ്റത്തിന് പരാജയമുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് പറയാൻ ആർജവമുള്ള കോടതിയാണ് ഇന്ത്യയിലുള്ളത്. ആ കോടതിയെ പോലും നിങ്ങൾ ധിക്കരിക്കുകയല്ലേ?